നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ നിന്നുള്ള വളരെ രസകരമാകുന്ന വിചിത്രമാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ട്രാൻസ്ജെൻഡർ LGBTQ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻ വിശ്വാസമുള്ളവർ, വലതുപക്ഷ ആശയമുള്ളവർ, ഇവരുമായിട്ടുള്ള ക്ലാഷ് നിരന്തരം നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകുന്നു. അങ്ങനെ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാർലി കിർക്കിൻ്റെ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇപ്രകാരമുള്ള ചില ക്ലാഷുകളാണെന്ന് കാണുവാനിടയെ തീർന്നു. ചാർലി കിർക്കിൻ്റെ മരണത്തെ സെലിബ്രേറ്റ് ചെയ്തവരും ഇങ്ങനെയുള്ള ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരാണെന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ വാർത്ത കാലിഫോർണിയയിൽ നിന്ന് വന്നിരിക്കുന്നത് കാലിഫോർണിയയിലെ ഒരു കോളേജുകൾ തമ്മിലുള്ള വോളിബോൾ മത്സരത്തിൽ, കോമ്പറ്റീഷനിൽ ഒരു പർട്ടിക്കുലർ കോളേജ്, സാന്റാ റോസ ജൂനിയർ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ്, അവരുടെ വോളിബോൾ ടീമിൽ ഒരു ട്രാൻസ് വനിത ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റ് ചില കുട്ടികൾ ആ കോളേജിൽ അതേ ടീമിൽ പങ്കെടുക്കുന്ന 3 പെൺകുട്ടികൾ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ ട്രാൻസ് പെൺകുട്ടിയോടൊപ്പം തങ്ങൾക്ക് കളിക്കുവാൻ സമ്മതമല്ല, ആ ടൂർണമെൻറ്റിൽ നിന്ന് അവരെ വിഡ്രോ ചെയ്യുകയാണ്. വലിയ കോളിളക്കങ്ങളാണ് ഈ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ടൂർണമെൻറ്റ് നടക്കുന്ന ദിവസം അവിടെ സ്റ്റേഡിയത്തിൽ തന്നെ വലിയ ഒപ്പുശേഖരണമൊക്കെയായിരുന്നു. അതായത് ഈ പെൺകുട്ടികൾ പറയുന്നു, ടൂർണമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിൽക്കുന്ന 3 പെൺകുട്ടികൾ, അവർ പറയുന്നു ഇത് ഒരു അനീതിയാണ്, അവർക്കെതിരെയുള്ള ഒരു അനീതിയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇതിന് വലിയ പൊളിറ്റിക്കൽ മാനമാണുള്ളത്. കാരണം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് ഗവൺമെൻറ് ഒരു മാൻഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ബയോളജിക്കലി മെയിലായിട്ടുള്ള, അതായത് ജന്മന ആൺകുട്ടികളായി ജനിച്ചിട്ടുള്ള വ്യക്തികൾ, അവർ പിന്നീട് വനിതയാണെന്ന് അവകാശപ്പെട്ട് ട്രാൻസ് വുമണായിട്ട് വന്ന് അവർക്ക് വനിതകളുടെ ടീമിൽ ഇങ്ങനെയുള്ള അത്ലറ്റിക് മത്സരങ്ങളിലോ സ്പോർട്സ് മത്സരങ്ങളിലോ അവർക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ല എന്ന് ഒരു മാൻഡേറ്റ്, ഒരു നിയമം ട്രംപ് ഗവൺമെൻറ് ചില മാസങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ട്രാൻസ് വുമൺ നമുക്കറിയാമല്ലോ, അവർ ബയോളജിക്കലി അവർ ജനിച്ചത് മെയിലായിട്ടാണ്, ആൺകുട്ടികളായിട്ടാണ്. പക്ഷെ അവർ അവകാശപ്പെടുന്നു അവർ ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണെന്ന് അവകാശപ്പെടുക മാത്രമല്ല, അവർ അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റങ്ങളിൽ പെൺകുട്ടികളോടൊപ്പം മത്സരിക്കുന്നു. ഇത് ഒരു വലിയ വിവേചനമാണെന്നാണ് പെൺകുട്ടികളുടെ അഭിപ്രായം. കാരണം ഇവർ ജനിച്ചിരിക്കുന്നത് മെയിലായിട്ടാണ്. അവരുടെ ശാരീരികമാകുന്ന ക്ഷമത പുരുഷന്മാരുടേതാണ്, അവരുടെ ഹൈറ്റ്, അവരുടെ മസിൽസ്, അതുപോലെ ബയോളജിക്കലി അവർ പുരുഷനാണ്. അപ്പോൾ പെൺകുട്ടികളോടൊപ്പം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കായികക്ഷമതയുടെ കാര്യത്തിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും. അത് അനീതിയാണെന്നാണ് പെൺകുട്ടികൾ വാദിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയിരുന്നു. ഇങ്ങനെയുള്ള ട്രാൻസ്, അതായത് ബയോളജിക്കൽ മെയിൽസ്, ട്രാൻസ് വുമണിന് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിക്കുവാൻ അനുവാദം കൊടുക്കരുത് എന്ന ഒരു നിയമം പാസ്സാക്കിയിരുന്നു. പക്ഷേ കാലിഫോർണിയയിലെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ നിയമത്തെ ലംഘിക്കുവാൻ തീരുമാനിച്ചു. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിച്ച ഈ നിയമം കാലിഫോർണിയയിലെ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ CDE, അവർ അതിനെ ലംഘിക്കുവാൻ തീരുമാനിച്ചു. ഇത് പ്യുവർ പൊളിറ്റിക്സ് ആണ്. കാരണം കാലിഫോർണിയ നമുക്കറിയാം കുറേ ലിബറൽ ആശയങ്ങൾക്ക്, ഇടതുപക്ഷ ആശയങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസും കാലിഫോർണിയയിൽ വളരെ പ്രബലമായിട്ടുണ്ട്. അതായത് LGBTQ ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു നല്ല വളക്കൂറുള്ള മണ്ണാണ് കാലിഫോർണിയ. അതുകൊണ്ട് കാലിഫോർണിയ ഗവൺമെൻറ്, കാലിഫോർണിയയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് ട്രംപ് നിയമത്തിനെതിരെ നിൽക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇതിന് സമാനമാകുന്ന മറ്റൊരു സംഭവം ഉണ്ടായപ്പോൾ ഒരു അത്ലറ്റിനെ കാലിഫോർണിയ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ, ട്രാൻസ് വുമൺ, ബയോളജിക്കലി മെയിൽ പെൺകുട്ടികളോടൊപ്പം മത്സരിക്കുവാൻ അനുവദിച്ചപ്പോൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, അതായത് അമേരിക്കയുടെ ട്രംപിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്
ഈ കാലിഫോർണിയ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഒരു കേസ് എടുത്തിരുന്നു. അതായത് ഈ ട്രംപിൻ്റെ നിയമത്തെ ഡിഫൈ ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു കാര്യത്തിൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് കാലിഫോർണിയയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഒരു കേസെടുത്തിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ട്രംപിൻ്റെ നിയമത്തെ കാലിഫോർണിയയിലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പരസ്യമായി ലംഘിക്കാനുള്ള തീരുമാനത്തിലാണ്. കാര്യങ്ങൾ വളരെ വിവാദമായിരിക്കുന്നു. പൊളിറ്റിക്കൽ മാനവും അതോടൊപ്പം തന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഒത്തിരി സെൻറ്റിമെൻറ്റ്സ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 3 പെൺകുട്ടികളിൽ ഇവരെല്ലാവരും ക്രിസ്ത്യൻസ് അല്ല. മുസ്ലിമായിട്ടുള്ള പെൺകുട്ടിയും ഈ ട്രാൻസ് വുമണിൻ്റെ കൂടെ ടീമിൽ പങ്കെടുക്കുവാൻ കഴിയില്ല എന്ന പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാരണം ഇവർക്കെല്ലാം ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന ഡ്രസ് ചേഞ്ചിങ് റൂം, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാത്റൂം ഒക്കെ കോമൺ ആണ്. അപ്പോൾ അവർക്കുള്ള വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ട്രാൻസ് വുമൺ, ബയോളജിക്കലി മെയിലായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഡ്രസ്സിങ് റൂമിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നത്, അതുപോലെ തന്നെ ബാത്റൂം അവരോടൊപ്പം ഉപയോഗിക്കുന്നതൊക്കെ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ബയോളജിക്കലി അത് പെൺകുട്ടിയല്ല, മെയിലാണ്. മാത്രമല്ല ഈ പെൺകുട്ടികളുടെ ഒരു മറ്റു പരാതി നമുക്കറിയാമല്ലോ, ഈ വോളിബോൾ പോലെയുള്ള കളികളിൽ, ഇപ്പോൾ ഒരു വോളിബോൾ മത്സരത്തിലാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. കളികളിൽ ഒരു പോയിൻ്റൊക്കെ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഹഗ് ചെയ്ത് പരസ്പരം പാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ പാറ്റ് ചെയ്യുന്നത് അവർക്ക് കംഫർട്ടബിൾ അല്ല. കാരണം മെയിലായിട്ടുള്ള ഒരു വ്യക്തി അവരെ പാറ്റ് ചെയ്യുന്നത് ഒന്നും അവർ കംഫർട്ടബിൾ അല്ല എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടികൾ തങ്ങളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നേരത്തെ തന്നെ ഈ നിയമം പാസ്സാക്കുമ്പോൾ പറഞ്ഞത്, പലപ്പോഴും ബയോളജിക്കലി മെയിലായിട്ടുള്ള കുട്ടികൾ പെൺകുട്ടികളുടെ കൂടെ മത്സരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആരോഗ്യത്തിൽ, ശരീരഘടനയിലുള്ള വ്യത്യാസം കൊണ്ട് പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുവാനൊക്കെ സാധ്യതയുണ്ട് എന്ന ഒരു ന്യായമായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണെങ്കിലും കാലിഫോർണിയ ഗവൺമെൻറ്റും ട്രംപ് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ കാണുന്നത്. കാലിഫോർണിയയിൽ നിന്ന് കുറേ വാർത്തകൾ വരുന്നു. അടുത്ത ദിവസങ്ങളിൽ ന്യൂസ് ബുള്ളറ്റിനിൽ ചില വാർത്തകൾ കൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുവരെയും എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.